ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊയല മീൻ കറിയാണ്. അതിന് ആദ്യം 1/2 കിലോ കൊയല കഴുകി വൃത്തിയാക്കിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ചതാണെങ്കിലും മതി, ഞാനിവിടെ ചതച്ചതാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, സവോള, കറിവേപ്പില, ഉലുവ, കടുക്, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും, പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നു. ചെറിയൊരു പീസ് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. പച്ചമുളകും സവോളയും കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ പൊടി ആദ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മീൻ ഓൾറെഡി ഇന്നലെ വാങ്ങിയ മീനായതുകൊണ്ട് മഞ്ഞൾ പൊടിയും ഉപ്പും നകക്ക വെള്ളവും ഒഴിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതായതുകൊണ്ട് അതിനൊരു മഞ്ഞ കളറുണ്ട്. മഞ്ഞൾപ്പൊടി അതിൽ പറ്റിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ഉപയോഗിക്കുന്നുള്ളൂ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, വലിയ ഒരു 1/2 സ്പൂൺ കുമ്മട്ടി മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിൻ്റെ ആവശ്യമനുസരണം നമുക്കത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. കുമ്മട്ടി ആയതുകൊണ്ട് വലിയ എരിവില്ല. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോഴേക്കും പുളിയും കുടംപുളിയും ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. മൂടി വെച്ച് നമുക്കത് തിളപ്പിക്കാം. അത് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാവുന്നതാണ്. മീനിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട്, അത് സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളത് അത് ചുറ്റിച്ച് വെക്കണം. എടുത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ച് അത് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കണം, അതിന് ഉപ്പും പുളിയും ഒക്കെ കണക്കാണോ എന്ന്. കണക്കാണെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളിത് കപ്പയ്ക്ക് വേണ്ടി ആക്കിയ കറി ആയതുകൊണ്ട് കുറച്ച് ചാറോടുകൂടി വാങ്ങി വെക്കുന്നു. ചോറിനൊക്കെ ആണെങ്കിൽ നമ്മളിത് നന്നായിട്ട് പറ്റിച്ച് എടുക്കണം. അങ്ങനെ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയൊന്ന് മീൻകറി ഇതുപോലെ ആക്കാത്തവർ ഇതുപോലെയൊന്ന് മീൻകറി ആക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നന്ദി.